പ്രിയപ്പെട്ടവരെ, ഞാനെന്നുള്ളത് തൃശ്ശൂർ ജില്ലയിൽ അരിമ്പൂര് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് കേട്ടോ. നമ്മുടെ ഈ ഒരു ക്ലയൻറ്റിന് ചെറിയൊരു സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിന്ന് ഇവിടെ വന്നിട്ടുള്ളത്. ഹൗസ് വാമിങ്ങിൻ്റെ അന്ന് നല്ല തിരക്കിലായത് കാരണം അന്നത്തെ ദിവസം വരാൻ പറ്റിയിട്ടില്ല കേട്ടോ. എന്താണ് വിശേഷം? വരുന്നത് കണ്ടാ? കാർ കണ്ടപ്പോൾ മനസ്സിലായില്ലേ? അപ്പോൾ നമ്മുടെ ഗിഫ്റ്റ് ഓപ്പൺ ചെയ്യാനായിട്ട് മുന്നേ നമ്മുടെ ഈ വീടിൻ്റെ ഉൾവശം പെട്ടെന്ന് കണ്ടിട്ട് വരാം കേട്ടോ. ഈ സിറ്റ് ഔട്ടിൽ കയറി കഴിഞ്ഞാൽ 2-3 ചെയർ ഇടാൻ പാകത്തിലാണ് ഇതിൻ്റെ ഒരു സിറ്റ് ഔട്ടിൻ്റെ സൈസ് നമുക്ക് കാണാൻ പറ്റുക. ഈ ഒരു മെയിൻ ഡോർ അത്യാവശ്യം നല്ല രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല ലോക്ക് കാര്യങ്ങൾ സിസ്റ്റങ്ങളൊക്കെ ഉള്ള ഒരു ഡോർ തന്നെയാണ് കേട്ടോ. ഇവിടെ നിന്ന് മെയിൻ ഡോറിൽ നിന്ന് നമ്മൾ കടന്നു കഴിഞ്ഞാൽ ഇടതുവശത്തായിട്ട് ഇവിടെ ഒരു പ്രയർ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ അത്യാവശ്യം നല്ല രീതിയിൽ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഈ വുഡൻ പാനലിംഗ് പോലെ തോന്നുന്നതെല്ലാം അലുമിനിയമാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ കാണുന്ന ഈ ഒരു മാർബിൾ പോലെ തോന്നിക്കുന്ന ഈ ഒരു സംഭവം ഒരു ഷീറ്റാണ് കേട്ടോ. ഇവിടെ കൊടുത്തിട്ടുള്ള പ്രയർ യൂണിറ്റും TV യൂണിറ്റും എല്ലാം ലിവിംഗ് റൂമിൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് TV യൂണിറ്റ് നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുള്ളത്. ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഫുള്ള് അലുമിനിയം അതുപോലെ തന്നെ എന്താ പറയുക ലൂവേഴ്സൊക്കെ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഈ മാർബിൾ പോലെ തോന്നുന്ന ആ ഒരു സംഭവം നമ്മൾ ഈ പ്രയർ യൂണിറ്റിൽ കൊടുത്തിട്ടുള്ള സെയിം സംഭവം തന്നെയാണ് കേട്ടോ. അതുപോലെ ഈ ഒരു ഓപ്പണിങ്ങിൻ്റെ ഇവിടെ കൊടുത്തിട്ടുള്ള ഒരു പാനലിങ് വുഡല്ല, ഇതും അലുമിനിയത്തിലാണ് നമ്മളിങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് കണ്ടാലും ശരിക്കും വുഡ് പോലെ തോന്നുമെങ്കിലും അത് നമ്മൾ അലുമിനിയത്തിലാണ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ ലിവിങ് റൂം നല്ല രീതിയിൽ എവിടെയും ഒരു വേസ്റ്റേജ് ഒന്നും ഇല്ലാത്ത രീതിയിൽ ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. ഇവിടെ സോഫ കാര്യങ്ങളൊക്കെ നല്ല ഒരു കോർണറിൽ സെറ്റ് ചെയ്തുകൊണ്ട് തന്നെ വേറെ സ്ഥലങ്ങൾ വേസ്റ്റേജ് ഒന്നും വന്നിട്ടില്ല. നമ്മൾ സ്റ്റെയർ കേസിൻ്റെ മുകളിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ ഇതാ ലാൻഡിങ്ങിൽ കുറച്ച് ഫ്ലവറൊക്കെ വെച്ചിട്ട് നന്നായിട്ട് ഭംഗിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇതിൻ്റെ മുകളിൽ 2 ബെഡ്റൂമാണ് ഉള്ളത്. അതുപോലെ ഈ ഒരു ഭാഗത്ത് ബാൽക്കണി കാര്യങ്ങളുണ്ട്. ഡൈനിങ്ങിലേക്ക് നല്ല രീതിയിൽ വെളിച്ചം കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഓപ്പൺ സ്കൈ ഇവിടെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഡൈനിങ്ങിനോട് ചേർന്നിട്ട് ചെറിയൊരു വാഷ് യൂണിറ്റും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കിച്ചണിൽ കയറുകയാണെന്നുണ്ടെങ്കിൽ ഇതാ നല്ലൊരു കളർ പാറ്റേണിലായിട്ട് ഇവിടെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വാഷ് ബേസിൻ്റെ തൊട്ട് മുകളിലായിട്ട് GTVT ഉണ്ട്. ഇതിൽ പ്ലേറ്റ് കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സെറ്റപ്പാണ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്ത് വരുമ്പോൾ ഇവിടെ കട്ട്ലറി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ വരികയാണെന്നുണ്ടെങ്കിൽ പ്ലേറ്റ് ട്രേ കൊടുത്തിട്ടുണ്ട്. ഇവിടെ വിക്കർ ബാസ്ക്കറ്റ് കൊടുത്തിട്ടുണ്ട്, വെജിറ്റബിൾസ് കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട്. ഒരു സാധാരണക്കാരൻ്റെ വീട്ടിലെ കിച്ചണിൽ വേണ്ട എല്ലാ അത്യാവശ്യ സംഭവങ്ങളും നമ്മൾ മാക്സിമം ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇതിൻ്റെ കളറ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല മാച്ച് ആവുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അധികം സമയങ്ങളുണ്ട നമുക്ക് ഗിഫ്റ്റ് ഓപ്പൺ ചെയ്യാൻ വേണ്ടി പോവാം. അപ്പോൾ നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയാലോ? സർപ്രൈസ് ഗിഫ്റ്റ് എന്താ നോക്കാം അല്ലേ? അപ്പോൾ ഓപ്പൺ ചെയ്തോ ചേച്ചി, എല്ലാവരും കൂടിയിട്ട് ഓപ്പൺ ചെയ്യാം. ഞാനത് അവിടെ തുറക്കാം. അവിടെ ഓപ്പൺ ചെയ്ത് ഇവിടെ തുറക്കാനുള്ളതാണ്. അങ്ങോട്ട് ഫേസാണ് കേട്ടോ, വേറെ നിങ്ങൾക്ക് എന്താ സംഭവം അറിയിക്കല്ലേ. ഇനി ഇപ്പുറത്ത് നോക്കുന്നത് എല്ലാവരും അവിടെ ആ സൈഡിൽ, അതായത് നമ്മുടെ വരാനിരുന്ന വീട്, അപ്പോൾ വന്നിട്ടുള്ള വീട് അല്ലേ. അതായത് നമ്മുടെ ഇവിടെ നമുക്ക് കുറച്ച് വർക്ക് ഉണ്ടല്ലോ, അതിൻ്റെ അത് അവിടെ കാണാൻ പറ്റില്ല. ബാക്കിയൊക്കെ ഒരുവിധം സെറ്റ് ആയിട്ടുണ്ട്. 2 സംഭവം നമുക്കിത് ലൈറ്റിങ് കാര്യങ്ങളൊക്കെ വരും. പിന്നെ അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഇവിടെ വന്നിട്ട് നമ്മുടെ പ്രൊജക്ടിനെ പറ്റിയിട്ട് എന്താണ് അഭിപ്രായം? പറഞ്ഞ സമയത്തിന് തീർക്കാൻ പറ്റുമോ? എടുക്കാതിരിക്കുക എന്തെങ്കിലും വിഷയം ഇല്ല, അങ്ങനെ ഒരു കുഴപ്പമുണ്ടായില്ല. സമയത്തൊക്കെ നല്ല കറക്റ്റായിട്ട് അത് ചെയ്തു തന്നുണ്ട്. ഹോംസിനെ പറ്റിയിട്ട് നിങ്ങളുടെ പണിയും കാര്യം ജോലി കാര്യങ്ങളൊക്കെ തള്ളൊന്നും വേണ്ട. അതായത് എന്തെങ്കിലും അഡീഷണൽ ചെയ്തു തന്നോ പറഞ്ഞതിന് കൂടുതൽ ചെറുതായിട്ടൊക്കെ അല്ലേ? അപ്പൊ ഞങ്ങള് കുറച്ച് വർക്ക് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഒരു സന്തോഷത്തിന് അഡീഷണൽ കുറച്ച് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും വളരെ സന്തോഷം ഇവിടെ വരാൻ പറ്റിയാലും, അതുപോലെ ഞങ്ങൾക്ക് ഈ പ്രൊജക്റ്റ് തന്നതിലും, അതുപോലെ തന്നെ നല്ല റിവ്യൂ, തള്ളലില്ലാത്ത റിവ്യൂ ആണ് ഇവർ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അതെ അതെ അതെ. അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം. അപ്പോൾ ഗൾഫിൽ നിന്ന് വന്നാണ് ഇദ്ദേഹം. എന്നാണ് ഇനി 26 റിട്ടേൺ ആവും. അതെ അല്ലേ. അപ്പോൾ ഞങ്ങൾ എസാ ഹോംസ് കൊടുത്തിട്ടുള്ള സർപ്രൈസ് ഗിഫ്റ്റ് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. ഇവരുടെ ആ ഒരു പ്രൊജക്റ്റിൻ്റെ ചെറിയൊരു മിനിയേച്ചറാണ് ഞങ്ങൾ കൊടുത്തിട്ടുള്ളത്. ഞങ്ങൾ ചെയ്യുന്ന പ്രൊജക്റ്റിന് ഇങ്ങനെ ഒരു മിനിയേച്ചർ ഗിഫ്റ്റുകൾ കൊടുക്കാൻ കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഗിഫ്റ്റ് അവർ ഷോക്കേസിൽ അങ്ങനെ സൂക്ഷിക്കും. അതുകൊണ്ട് തന്നെ കുറേ കാലം ഞങ്ങൾ ഓർക്കാനുള്ള ഒരു അവസരം കൂടിയാണ്. ഞങ്ങളൊരു പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ഒരു സന്തോഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് ആ പ്രൊജക്റ്റ് ഹാൻഡ് ഓവർ ചെയ്തിട്ട് വരുന്ന സമയത്ത് ആ ക്ലയൻറ്റിൻ്റെ മുഖത്തുണ്ടാകുന്ന ആ ഒരു സ്നേഹവും സന്തോഷമൊക്കെയാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നമുക്ക് അടുത്തൊരു വീഡിയോയിലേക്ക് പോകാനുള്ള സമയമായിട്ടുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ്.